ഹായ് ഫ്രണ്ട്സ്, IAS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ 21/2/2024 അപ്ഡേറ്റുകളാണ് നമ്മൾ നോക്കുന്നത്. കേരള സർവകലാശാല ഒന്നാം വർഷ MEd പ്രവേശനം 2023 സ്പോട്ട് അലോട്ട്മെൻറ്റ് 2024 ഫെബ്രുവരി 23 ഉണ്ടാവുന്നതായിരിക്കും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കേരള സർവകലാശാലയുടെ അപ്ലൈഡ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലെ ഒന്നാം വർഷ MEd കോഴ്സിലേക്ക് 2024 ഫെബ്രുവരി 23 വെള്ളി തിരുവനന്തപുരം തൈക്കാട് ഗവൺമെൻറ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ വെച്ച് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നു. രജിസ്ട്രേഷൻ സമയം 10 മണി വരെയാണ്. ഈ സമയം കഴിഞ്ഞ് വരുന്നവരെ ഒരു കാരണവശാലും പരിഗണിക്കുന്നതായിരിക്കില്ല. വിശദ വിവരങ്ങൾക്ക് സർവകലാശാല വെബ്സൈറ്റ് സന്ദർശിക്കുക എന്നുള്ള കാര്യം കൂടി യൂണിവേഴ്സിറ്റി പ്രസ് റിലീസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി 2023 ജൂലൈയിൽ നടത്തിയ മൂന്നാം സെമസ്റ്റർ MSc കെമിസ്ട്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഡ്രഗ് ഡിസൈനർ ആൻഡ് ഡെവലപ്മെൻറ്റ് റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടനിക്ക് www.slcm.keralauniversity.ac.in മുഖേന 2024 മാർച്ച് 1 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളുടെ അപേക്ഷാ ഫീസ് SLCM ഓൺലൈൻ പോർട്ടൽ മുഖേന മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട്. മാർച്ച് 18 ആരംഭിക്കുന്ന ഒന്നാം സെമസ്റ്റർ BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി 2015 സ്കീം റെഗുലർ 2023 അഡ്മിഷൻ പരീക്ഷകൾക്ക് ഫൈനലാണ് 2024 ഫെബ്രുവരി 27 വരെയും 150 രൂപ ഫൈനോട് കൂടി മാർച്ച് 1 വരെയും 400 രൂപ ഫൈനോട് കൂടി മാർച്ച് 4 വരെയും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, തേർഡ് സെമസ്റ്റർ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന 16 സ്റ്റാർട്ട് ചെയ്തിട്ട് എക്സാമിനേഷൻ്റെ 26 മുതലുള്ള നടക്കാൻ ഉണ്ടായിരുന്ന എക്സാമിനേഷൻ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനലിലൂടെ അറിയിച്ചിട്ടുള്ളതാണ്. പിന്നെ നിലവിൽ വരാനുള്ള വാല്യുവേഷനും കാര്യങ്ങളൊക്കെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരുപാട് കമൻറ്റ്സ് കാണുന്നുണ്ട്. അതൊക്കെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പിന്നീട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. എങ്കിൽ മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്പോൾ എത്തുകയുള്ളൂ. താങ്ക്